ശ്രദ്ധിച്ച് കേൾക്കുക. സമഉ എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്, അൽ ഇസ്തിമാഉ എന്നാണ്. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. ഇവിടെ ബസ്സിലിരിക്കുമ്പോ, ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറിയാല് AC ഉള്ളതാകുന്ന നമ്മള് ബസ്സിൽ കയറിയാലും AC ഉള്ളതാകുന്ന ട്രെയിനിൽ നമ്മൾ സഞ്ചരിച്ചാലും 3 ടയർ 2 ടയർ ഒക്കെ എടുത്ത് സഞ്ചരിച്ചാൽ പോലും, എയർ കണ്ടീഷൻ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്താൽ പോലും അതിൽ വരെ പരസ്യമായി സിനിമാ പാട്ടിടുന്നവര് രംഗമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആരാ ഇടുന്നത്? ട്രെയിനിന്റെ ജീവനക്കാരോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നുമല്ല, മറിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാകുന്ന ആളുകൾ. ഒരു മടിയില്ല, നാണയില്ലാത്ത കുറെ ആളുകൾ. അവരിങ്ങനെ ബാക്കിയുള്ളവരുടെ ഉറക്കവും കളയും സ്വൈര്യവും കളയും. ഇങ്ങനെ സിനിമാ പാട്ടിട്ട് ഭയങ്കര സംഭവമൊക്കെ ഓളിയത്തിന് ഹെഡ്സെറ്റ് വെച്ച് സ്വന്തം കേട്ടിട്ട് നശിക്കാൻ അതില്ല, ബാക്കിയുള്ളവരോട് നശിപ്പിക്കാൻ. അങ്ങനെ നമ്മൾ അറിയാതെ നിർബന്ധിതനായി നമ്മൾ കേട്ടുപോയി. ഈ യാത്രയിൽ നമ്മളിങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ വഴിയോരത്ത് ഇങ്ങനെ പോകുന്നു, ഒരു കടയിൽ നിന്ന് നമ്മൾ കേട്ടുപോയി. അതല്ല, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കല്ല, മറിച്ച് നമ്മൾ അതിനുവേണ്ടി തന്നെ ശ്രദ്ധ കൊടുത്തിട്ട് രാത്രി പാതിരാത്രി സമയത്ത് മൊബൈൽ ഫോൺ വെച്ച് ഹെഡ്സെറ്റും വെച്ചിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന സംസാരങ്ങൾ, എത്രയോ കവിതാക്കൾ സംസാരിച്ച മോശപ്പെട്ടതാകുന്ന സംസാരങ്ങളാണുള്ളത്. എത്രയോ മോശപ്പെട്ട സംസാരങ്ങൾ. ആ മോശപ്പെട്ട സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമായി രാത്രിയുടെ സമയങ്ങൾ ചിലവഴിക്കുന്നവർ. കാതിന്റെ വിചാരം സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പെടുത്തുകയാണ്, വല്ലിസാനു തസ്നിയാൻ ഫസിനാഹു അൽ കലാം. നാവ് വിചരിക്കുന്നുണ്ട് സാബ, നാവിന്റെ വ്യഭിചാരം ഹറാമായ ഭാഷണമാണ്, സംസാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹറാമായ സംസാരം ഫോണിലൂടെ കാമുകന്മാര് കാമുകന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഹറാമായ സംസാരം. ഇനി നേരിട്ടാണെങ്കിലും ഹറാമായ രീതിയിലുള്ള വർത്തമാനം, ലൈംഗിക ചൊവ്വയുള്ള സംസാരം പാടില്ല, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ളതാകുന്ന നിന്റെ നാവ് കൊണ്ട് നീ എത്തിച്ചേരുക നരകത്തിലേക്കാണ്. അഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അത് നാവിന്റെ വിചാരം സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വല്ലദാനി തസ്നിയാൻ ഫസിനാഹുമാ അൽ ബത്ഷൂ. രണ്ട് കൈകൾ വിചരിക്കുന്നുണ്ട് സാബ, രണ്ട് കൈയുടെ വിചാരം ഹറാമിലേക്കുള്ള പിടുത്തമാണ്. ബസ്സിൽ കയറുമ്പോൾ, ട്രെയിനിൽ കയറുമ്പോ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ അന്യതാകുന്ന സ്ത്രീയുടെ ശരീരത്തിലേക്കോ പുരുഷന്റെ ശരീരത്തിലേക്കോ നിന്റെ ഹറാമായ തുടലുണ്ടല്ല, തലോടലുണ്ടല്ലോ, അത് ഹറാമാണ്, കൈയുടെ വിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വരിജലാനി തസ്നിയാൻ. രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് സാബ, കാലുകൾക്ക് വിചാരമുണ്ടത്രേ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഫസിനാഹുമാ അൽ ഖുതാ. ഹറാമിലേക്കുള്ള ചുവടുവെപ്പാണ്, ഹറാമിലേക്കുള്ള നിന്റെ നടത്തമാണ്. അതിനു വേണ്ടി ബേക്കൽ മക്കാമിന്റെ പരിസരത്തേക്ക് നിന്റെ മാതാപിതാക്കൾ പോകുമ്പോ ആ മാതാപിതാക്കൾ അറിയാതെ കൂട്ടുകാരോട് പറയുകയാണ്, എടാ എന്റെ വീട്ടിലേക്ക് വന്നാൽ പാതിരാത്രി സമയത്ത് നമുക്കിരുന്നു കൊണ്ട് അശ്ലീലമായ സിനിമകൾ കാണാം, മോശപ്പെട്ടതാകുന്ന സിനിമകൾ ദർശിക്കാമെന്ന് പറയുമ്പോ ആ കൂട്ടുകാരന്റെ വീട്ടിലേക്കുള്ള നിന്റെ നടത്തമുണ്ടല്ലോ, നിന്റെ ഓരോ ചുവടുവെപ്പും ഹറാമാണ്, കാലിന്റെ വിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ബാംഗ്ലൂരിലേക്കും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം മറന്നുകൊണ്ട്, ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി നീ ഇറങ്ങിത്തിരിക്കുന്ന നിന്റെ യാത്രയുണ്ടല്ലോ, അതിലേക്കുള്ള നിന്റെ യാത്ര ഓരോ ചുവടുവെപ്പും വ്യഭിചാരത്തിലേക്കുള്ള നടത്തമാണ്. നീ വ്യഭിചരിക്കേണ്ടതില്ല, അതിനു മുമ്പ് തന്നെ നിന്റെ കാലിന്റെ ഓരോ ചുവടുവെപ്പും വ്യഭിചാരമായി രേഖപ്പെടുത്തുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വരിജലാനി തസ്നിയാൻ. രണ്ട് കാലുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബ, ഫസിനാഹുമാ അൽ ഖുതാ. രണ്ട് കാലുകളുടെ വിചാരം ഹറാമിലേക്കുള്ള ചുവടുവെപ്പാണ്, ഹറാമിലേക്കുള്ള നടത്തമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അവയവങ്ങളും ശ്രദ്ധിക്കണം. എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി.
എല്ലാ അവയവങ്ങളും നമ്മൾ കടിഞ്ഞാണിടണം. എങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അതിൽ ഏറ്റവും മർമ്മപ്രധാനമാണ് കണ്ണ്. കണ്ണ് വളരെ ശ്രദ്ധിക്കേണ്ട അവയവമാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ കണ്ണിനെ സൂക്ഷിക്കണേ എന്നാണ് ആദ്യമായി ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് ജനനേന്ദ്രിയത്തെയും ലൈംഗിക അവയവത്തെയൊക്കെ അള്ളാഹു പറഞ്ഞത്. ഖുർആൻ സൂറത്തുൻ നൂർ വ്യക്തമായ രീതിയിൽ അള്ളാഹു ഓർമ്മപ്പെടുത്താൻ പുരുഷന്മാരോടും പറഞ്ഞു കൊടുക്കണം, തങ്ങള് സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കണം. രണ്ടുപേർക്കുമായിട്ട് ഒരായത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖുൽ ലിൽ മുഅ്മിനീൻ യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ذلك أزكى لهم وأطهر ذلك أزكى لهم وأطهر. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് വഖുൽ ലിൽ മുഅ്മിനീൻ, നബിയേ തങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ, പറയണേ, മുഅ്മിനീങ്ങളാകുന്ന സഹോദരങ്ങളോട് പറയണേ, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിമ്മണേ, ഹറാമിനെ തൊട്ടടയ്ക്കണേ, ഹറാമിനെ തൊട്ട് കണ്ണടയ്ക്കണേ എന്നവരോട് പറയണേ എന്ന് വിശുദ്ധ ഖുർആൻ. ആരോട് പറയണേ? പുരുഷന്മാരോട് തങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ. ഖുർആൻ ഓർമ്മപ്പെടുത്താൻ وقل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم. നബിയേ തങ്ങൾ മുഅ്മിനീങ്ങളോടൊന്ന് പറയണേ, കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിമ്മണേ, വയഹ്ഫളൂ ഫുറൂജഹും, ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ, ഹറാമിനെ തൊട്ട് ലൈംഗിക അവയവത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ. രണ്ട് കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞത്. ഒന്ന് കണ്ണ്. കാരണം കണ്ണ് മർമ്മപ്രധാനമായ അവയവമാണ്. ഈ കണ്ണിലൂടെയുള്ള അന്യ പെണ്ണിലേക്ക് അല്ലെങ്കിൽ അന്യ പുരുഷനിലേക്കുള്ള നോട്ടത്തിലൂടെയാണ് മറ്റ് അവയവങ്ങൾക്ക് ലൈംഗിക ത്വരയുണ്ടാവുക. അതുകൊണ്ട് ആ കാഴ്ചയെ തന്നെ ഖുർആൻ പാടെ നിരാകരിച്ചു. കാഴ്ച വേണ്ട, ഹറാമായ നോട്ടം വേണ്ട, ഹറാമായ രീതിയിലുള്ള നോട്ടം വേണ്ട. നോട്ടത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞു. വഖുൽ ലിൽ മുഅ്മിനീൻ യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും വഖുൽ ലിൽ മുഅ്മിനാത് يغضضن من أبصارهن ويحفظن فروجهن. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നബിയേ തങ്ങൾ മുഅ്മിനീങ്ങളാകുന്ന പുരുഷന്മാരോട് പറയുന്നത് പോലെ മുഅ്മിനത്തുകളാകുന്ന സഹോദരിമാരോട് തങ്ങളെന്ന് പറയണേ, ഓർമ്മപ്പെടുത്തണേ. യഗ്ളൂന മിൻ അബ്സാരിഹിൻ, അവരുടെ കണ്ണുകളെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ, ഹറാമിനെ തൊട്ട് കണ്ണുകളെ ചിമ്മണേ, അന്യ പുരുഷനിലേക്ക് നോക്കരുതേ. വയഹ്ഫളന ഹറാമായ നോട്ടം മാത്രം പാടില്ല, ഹറാമായ രീതിയിലേക്ക് അവരുടെ ജനനേന്ദ്രിയത്തെ കൊണ്ടുപോകാനും പാടില്ല. ലൈംഗിക അവയവത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ. ഖുർആൻ പറയാം രണ്ടുപേരോടും, പുരുഷന്മാരോടും പറഞ്ഞു, സ്ത്രീകളോടും പറഞ്ഞു. എന്തുകൊണ്ട്? ഈ കണ്ണിന്റെ കാഴ്ചയിലൂടെയാണ് മറ്റു അവയവങ്ങൾക്ക് താല്പര്യമുണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് ആ കാഴ്ച തന്നെ പാടെ നിരാകരിച്ചു. ആദ്യം കാഴ്ച പാടില്ല, കണ്ണ് സൂക്ഷിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങളുടെ ചരിത്രം എടുത്ത് നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്ക്. പ്രവാചകന്റെ ജീവിതം എങ്ങനെയാണെന്ന് ചരിത്രത്തിലൂടെ വ്യക്തമാകില്ലേ? മുസലമാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഞാൻ ഇരിക്കുകയാണ്. കുന്തു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻദഹു മൈമൂനത, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഞാൻ ഇരിക്കുകയാണ്, നബിയുടെ ചാരത്ത് മൈമൂന ബീവിയുമുണ്ട്. അതുപോലെ ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ വിഷയം പറഞ്ഞു വേഗം പോവാ. ഒരുപാട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് കാര്യങ്ങൾ പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചോളി. നല്ല ശ്രദ്ധ പിന്നെ അതുകൊണ്ട് നടത്തിക്കോളൂ. ബക്കറ്റ് കൊണ്ടുവന്നോളി. വേഗം കൊണ്ടുപോകും. ബിസ്മില്ലാ. പരിപൂർണമായ ശ്രദ്ധ ഇവിടെ വരണം. എല്ലാവരും ശ്രദ്ധിക്കണം.
പറയുന്ന ഉദാഹരണം എന്തിനു വേണ്ടിയുള്ളതാണ്? സ്ത്രീകൾക്കിടയിൽ സാധാരണ ഒരു ധാരണയുണ്ട്, ഞങ്ങളിലേക്ക് അന്യപുരുഷന്മാര് നോക്കാനാണ് പാടില്ലാത്തത്, ഞങ്ങൾക്ക് ഏതു ദുനിയാവിലും പറന്ന് നടക്കാം. അതുകൊണ്ടാണല്ലോ ചില സഹോദരിമാര് അവർ ശബ്ദിക്കുന്നത്, ഉസ്താദുമാരെ എപ്പോഴും ഞങ്ങളെ കുറ്റം പറയും, ഞങ്ങളുടെ കുറ്റം പറയും, ഞങ്ങൾ അവിടെ പങ്കെടുത്തു, ഞങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ അങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുത്തു, ഉടമ്പണത്തിൽ പങ്കെടുത്തു, ഇതിനൊക്കെ ഉസ്താദുമാര് ഞങ്ങളെ കുറ്റം പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തുള്ളിയതിന് കുറ്റം പറയുന്നുണ്ട്, അവരുമായി ചാടിയതിന് കുറ്റം പറയുന്നു. അവരുമായി ചാടിയതിനൊന്നും ഇവിടെ ആരും കുറ്റം പറയുന്നില്ല. ഏറ്റവും വലിയ കുറ്റം പറച്ചില് ആ പരിപാടിയിൽ നേരിട്ട് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ മസല. എവിടെയാണ് അന്യപുരുഷനുമായിട്ടൊരു പെണ്ണിന് കാണാൻ തന്നെ പറ്റുമോ? ഇതിലെ തുള്ളല് നിനക്ക് പിന്നെ ചർച്ച ചെയ്യാം. അത് പാടില്ല എന്നുള്ളതല്ല ചർച്ച. അതൊന്നും ചർച്ചയില്ല. അന്യ പെണ്ണിനോടൊപ്പം നമ്മുടെ മഫ്തയുടെ പെണ്ണ് തുള്ളി ഉസ്താദ്, അതുകൊണ്ട് ഉസ്താദ് ഒന്ന് പറയണം. അങ്ങനെയല്ല. അന്യ പെണ്ണ് അവിടെ പോയി പരിപാടിയിൽ പങ്കെടുത്തതന്നെ തെറ്റ്. അതാണ് ഇസ്ലാമിക നിയമം. ആദ്യം മനസ്സിലാക്കണം. കാണൽ ഹറാമാണ്, പിന്നല്ലേ തുള്ളല്. അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം. അപ്പൊ അതിനാണ് ഈ ചരിത്രം പറയുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, മുത്തനബിയുടെ ഒരു ഭാര്യയാണ് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇരിക്കാൻ വഇൻദഹു മൈമൂനത, നബിയുടെ ചാരത്ത് മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബീവിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോ ഫഅഖ്ബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന സ്വഹാബി വരൻ അവിടേക്ക് വന്നു. എല്ലാവരും നല്ലൊരു സദഖ കൊടുക്കണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കട്ടെ. നിയ്യത്തുകൾ അല്ലാഹു സാധൂകരിക്കട്ടെ, വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. ഹലാലായ സാമ്പത്തികം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നൽകിയിട്ടുള്ള സാമ്പത്തികം അല്ലാഹു ദായിമാക്കി നിത്യമാക്കുമാറാവട്ടെ. അത് അനുഭവിക്കുവാനും ഖൈറായ നിലയ്ക്ക് ചെലവഴിക്കുവാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നമുക്ക് ഏവർക്കും നസീബാക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹോദര സഹോദരിമാർ ഉൾപ്പെടെ എല്ലാവരും ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരിക്കുകയാണ്. കുന്തു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻദഹു മൈമൂനത, ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് ഞാനുണ്ട്. നബി തങ്ങളുടെ ചാരത്ത് നബി തങ്ങളുടെ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബീവിയുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നബിയുടെ അടുക്കലിരിക്കുമ്പോ ഫഅഖ്ബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം കടന്നു വരുകയാണ്. സ്വഹാബിയായ വ്യക്തിയാണ്. കണ്ണ് കാണാത്ത ഒരു സ്വഹാബിവൻ അവിടേക്ക് കടന്നു വന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉഹ്തുജിബാ മിൻഹു ഉഹ്തുജിബാ മിൻഹു. ഉമ്മു സലമ മൈമൂന